വിശ്വാസികളെയും പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 28 മുതൽ 59 വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ദൈവികതയും സത്യത്തിൻ്റെ ശക്തിയും ആത്മീയ സ്വാതന്ത്ര്യത്തിൻ്റെ യഥാർത്ഥ അർത്ഥവും നമുക്ക് കാണാൻ സാധിക്കും. യേശു ഈ വാക്കുകളിൽ കൂടെ പറയുന്നുണ്ട്, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ഉയർപ്പിന് ശേഷം അവൻ ആരാകുന്നു എന്ന് നിങ്ങളറിയും. അതുപോലെ തന്നെ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. വീണ്ടും പറയുന്നു, അബ്രഹാമിന് മുമ്പ് ഞാൻ ഉള്ളവനാകുന്നുവെന്ന്. ഈ വചനഭാഗം നമ്മെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന ആത്മീയ സത്യങ്ങൾ ഉൾക്കൊള്ളുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. 6 ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. 1. ക്രൂശിൽ വെളിപ്പെടുന്ന സത്യം. നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർപ്പിന് ശേഷം എന്നത് ക്രൂശിപ്പിക്കുന്നതിനെ സൂചിപ്പിക്കുകയാണ്. പരിശുദ്ധനായ അലക്സാണ്ട്രിയയിലെ അത്താനാസ്യോസ് പറയുന്നുണ്ട്, ക്രൂശ് ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും മഹത്വത്തിൻ്റെ സിംഹാസനമാണ് എന്ന്. ക്രിസ്തുവിൻ്റെ യഥാർത്ഥ മഹത്വം ത്യാഗത്തിൽ കൂടിയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 2. സത്യം, ആത്മീയ സ്വാതന്ത്ര്യത്തിൻ്റെ വഴി. യേശുബ്രാൻ ഈ വാക്കുകളിൽ പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുണ്ടോ എങ്കിൽ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന്. ക്രിസ്തു തന്നെയാണ് സത്യം. അവനിൽ തുടരുന്നവൻ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുമെന്ന് പരിശുദ്ധനായ അലക്സാണ്ട്രിയയിലെ സിറിൽ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നത് സത്യത്തിൽ നിലനിൽക്കുമ്പോൾ മാത്രമാണ് എന്നുള്ളതും ലോക സത്യമാണ്. 3-ാമതുള്ള വാക്യം പാപത്തിൻ്റെ അടിമത്തമാണ്. യേശു നമ്മളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ ദാസനാണ് എന്ന്. യഥാർത്ഥ അടിമത്തം പാപത്തിൽ നിന്നാണ്, ലോകത്തിൽ നിന്നല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പാപം മനുഷ്യനെ ബന്ധിപ്പിക്കുന്നു, ക്രിസ്തു മാത്രമേ അതിനെ മോചിപ്പിക്കുന്നുവെന്ന് സെന്റ് ജോൺ ക്രിസോസ്റ്റവും സൂചിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ പുത്രന്മാർ അനുസരണത്തിലൂടെ ഉള്ളവരാണ് എന്ന് യേശു നമ്മളെ പഠിപ്പിക്കുന്നു. നിങ്ങൾ അബ്രഹാമിൻ്റെ മക്കളാണെങ്കിൽ അവൻ്റെ പ്രവർത്തികൾ ചെയ്യുക. അബ്രഹാമിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോബിനെയും പോലെ ഗോത്രപിതാക്കന്മാരെ പോലെ സ്നേഹവും വിധേയത്വവും ദൈവാശ്രയമുള്ളവരാകുവാൻ നമുക്ക് സാധ്യമായി തീരണം. ദൈവത്തിൻ്റെ മക്കളാകുന്നത് വംശാവലി കൊണ്ടല്ല, ജീവിതത്തിൻ്റെ വിശുദ്ധിയിലൂടെയാണ് എന്ന് നിസായിലെ പരിശുദ്ധനായ ഗ്രിഗോറിയോസും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ചായിരിക്കണം എന്നുള്ളത് നാം ചിന്തിക്കേണ്ട ആവശ്യമാണ്. 5-ാമത്തെ ചിന്ത എന്നുള്ളത് സത്യത്തോടുള്ള വിരോധമാണ്. യേശു വീണ്ടും പറയുന്നു, നിങ്ങൾ സത്യം കേൾക്കുമ്പോൾ വിശ്വസിക്കുന്നില്ല എന്ന്. സത്യം സ്വീകരിക്കുവാൻ വിനയമാണ് ഏറ്റവും ആവശ്യമുള്ള കാര്യം. കഠിന ഹൃദയം സത്യത്തെ നിരസിക്കുന്നുവെന്ന് വലിയമാർ ബസേലിയോസ് നമ്മളെ സൂചിപ്പിക്കുന്നുണ്ട്. അബ്രഹാമിന് മുമ്പ് തന്നെ ആകുന്നു ക്രിസ്തു എന്ന് യേശു ഈ വാക്കുകളിലൂടെ പറയുന്നുണ്ട്. ഇത് യേശുവിൻ്റെ ദൈവികതയുടെ പ്രഖ്യാപനമാണ്. ക്രിസ്തു ഒരു ഗുരു മാത്രമല്ല, അവൻ ദൈവമാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. അല്പം ഉൾച്ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ക്രൂശ് മഹത്വത്തിൻ്റെ അടയാളമാണ്. 2. സത്യം ആത്മീയ സ്വാതന്ത്ര്യത്തെ നൽകുന്നു. പാപം മനുഷ്യനെ അടിമയാക്കുന്നു. ദൈവത്തിൻ്റെ മക്കളാകുവാൻ അനുസരണമാണ് ആവശ്യം. 5. വിനയമില്ലാത്ത സത്യം സ്വീകരിക്കാനാകുകയില്ല. 6. ക്രിസ്തു ദൈവമാണ്, അവൻ നിത്യ ന്യായവാനും ന്യായവിധിയുമാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നാം ക്രിസ്തുവിൻ്റെ വചനത്തിൽ നിലനിൽക്കുവാൻ തീരുമാനിക്കണം. സത്യത്തെ സ്വീകരിക്കാം. പാപത്തിൽ നിന്ന് മോചനം നമുക്ക് നേടാം. ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കാം. അപ്പോൾ ക്രിസ്തു നമുക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം നൽകുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.